എല്ലാവർക്കും നമസ്കാരം. പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. എപ്പോഴും ഒരേ രീതിയിലല്ലേ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ പുളിയിഞ്ചി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി വെച്ചെടുക്കാം. ഒരു 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. ഒരു പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, അത് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, ഒരു 3-4 പച്ചമുളക്, അത് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു 2 കപ്പോളം വെള്ളത്തിലാണ് കേട്ടോ ഞാൻ പിഴിഞ്ഞെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് പകുതി വരുമ്പോഴത്തേനും നമ്മൾ ഈന്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 20 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്, അതൊരു 2 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈന്തപ്പഴം എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം എടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഈന്തപ്പഴമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു കപ്പാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശർക്കരയുടെ പൊടിയായിരുന്നു. അപ്പോൾ ഉരുക്കി ഒഴിക്കണമെങ്കിൽ ഉരുക്കി ഒഴിക്കാം കേട്ടോ. ഇതിൽ അധികം ചെളിയും മണ്ണും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ മൂന്നും കൂടി നന്നായിട്ട് തിളച്ച് വറ്റി വരണം. ഇനിയിപ്പോൾ ഇതാ ഇഞ്ചമ്പുളിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി മതി കേട്ടോ. നന്നായിട്ട് തിളച്ച് കുറുകി വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതാണ് കേട്ടോ, അത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തെടുക്കണം. ഒരുപാട് വേണ്ട, കയ്പ്പ് രസം വരും, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും കൊല്ലമുളകും കൂടി ഒന്ന് പൊട്ടിച്ച് അതും കൂടി ഒഴിച്ചെടുക്കാം. ഈ കറി ഇരിക്കും തോറും കട്ടിയായിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഇത്രയും ലൂസിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തേങ്ങാക്കൊത്താണ് കേട്ടോ. അതൊരു അരക്കപ്പില്ലെങ്കിൽ 1/4 കപ്പായാലും മതി. അതും കൂടി ഇതിലേക്ക് വറുത്തിടണം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരി അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇഞ്ചമ്പുളി എന്ന് പറഞ്ഞത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഈ ഈന്തപ്പഴവും നട്ട്സും പിന്നെ ഈ മുന്തിരി തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. 1 ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചമ്പുളിയാണ് കേട്ടോ. ഈ തവണത്തെ വിഷുവിന് ഒരു വെറൈറ്റി ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ എരിവും പുളിയും മധുരവും എല്ലാം കലർന്നിട്ടുണ്ട്. പോരാത്തന്നെ ഈന്തപ്പഴവും തേങ്ങാക്കൊത്തും മുന്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെറൈറ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കേ. അപ്പോൾ നല്ല വിഭവങ്ങളായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.